ടി കെ ഉണ്ണി, ഇപ്പോൾ ഈ അർജുൻ്റെ സഹോദരി അഭിരാമി നമ്മളോട് സംസാരിച്ചത് താങ്കൾ കേട്ടല്ലോ. ഇനി പുഴയിൽ, ഈ ഗംഗാവലി പുഴയിൽ അന്വേഷിക്കട്ടെ, അവിടേക്ക് വീണു പോകാനുള്ള അല്ലെങ്കിൽ ഒലിച്ചു നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെടുത്തതുപോലെ ഒരുപക്ഷെ അവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടി തന്നെ പറയുന്നത് അത്യാധുനിക സാങ്കേതിക റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പുഴയിലെ തിരച്ചിൽ കുറെ കൂടി എളുപ്പം നടത്താൻ കഴിയും എന്നാണ്. എനിക്കറിയില്ല, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ വന്ന് നേരത്തെ പരിശോധന നടത്തുകയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നവർ പറയുകയും ചെയ്തതാണ്. ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത് ഗംഗാവലി പുഴയിലേക്ക് വീണു പോയേക്കാം എന്ന ഒരു സാധ്യതയുടെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ നാവികസേനയ്ക്ക് അധികമായി ഇനി അവിടെ എന്താണ് ചെയ്യാനുള്ളത്? അതെ, വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഞാൻ കണ്ണാടിക്കലക്കാരനാണ്. ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് ഇതുവരെയുള്ളത് പ്ലാൻ എ കംപ്ലീറ്റ് ആയി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. പ്ലാൻ ബി എന്ന് പറയുന്നതാണ് നമ്മൾ റിവറിലേക്ക്, പുഴയിലേക്കുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. ഒരു ഡൈവർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് സമയം അധികം വഴുകാതെ എളുപ്പവഴിയിൽ സേഫായിട്ട് എങ്ങനെ ഈ ഓപ്പറേഷൻ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇപ്പോൾ MLA അവർ പറഞ്ഞു, അവിടുന്ന് ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ 2 പാലം ക്രോസ് ചെയ്യണം, അതിൻ്റെ വലിയ ക്രെയിൻ ഉള്ളതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല, അത് വളരെ സമയമെടുക്കുന്നൊരു പ്രൊസീജിയറാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചാനലിലും പറഞ്ഞു, നമുക്ക് ഏറ്റവും എളുപ്പമാർഗം മഡ് ലിഫ്റ്റിംഗ് ആണ്. 10 മീറ്റർ വരെ നമുക്ക് മഡ് ലിഫ്റ്റിംഗ് ചെയ്ത് മഡിനെ പുറത്തിറക്കാം. അത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സംഭരണിയിൽ സംഭരിക്കാൻ ചെയ്യാം. അതാണ് സേഫ്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അതും പിന്നെ നമ്മൾ ഈ ISROൻ്റെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. മഡ് 4 മഡ് ലിഫ്റ്റിംഗ് ഹോസ് വെക്കണം. 6 ഇഞ്ച് വ്യാസമുള്ള ഹോസ് 10 മീറ്റർ നീളത്തിലുള്ളതായിരിക്കണം. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം പ്രീ ഡൈവിംഗ് ചെക്കപ്പ് നടത്തണം. ഈ ഏരിയയിൽ എവിടെയെങ്കിലും മഡ് വീഴുന്ന ഏതെങ്കിലും ഏരിയയിൽ ഈ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം അത് ചിലപ്പോൾ ഒരു പക്ഷേ നേവി ചെയ്തിട്ടുണ്ടാവാം. അവരോട് ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് അവിടെ ഒരു നേവൽ ഓഫീസറും ഉണ്ട് ഇതിൻ്റെ ഇൻചാർജ്. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം ചെയ്യാൻ പറ്റുന്നത് മഡ് ലിഫ്റ്റാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി എന്തെങ്കിലും തരത്തിൽ അത് തടസ്സപ്പെടുകയാണ് മഡ് ലിഫ്റ്റിംഗ്, ഡൈവർ ഡൈവ് ചെയ്യുന്നു, അവിടെ ചെക്ക് ചെയ്യുന്നു, വരുന്നു, അത്രേ. അപ്പം മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട്, മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് ഘട്ടം ഘട്ടമായി 4 എണ്ണം വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയും. പിന്നെ മറ്റൊരു കാര്യം, നമുക്കിപ്പം ഇതിന് മുന്നേ പറഞ്ഞ മാതിരി അഴിമുഖത്ത് നിന്ന് തുടങ്ങാനുള്ളൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവരെടുത്ത് ഡെങ്കി ബോട്ടുണ്ട്. ഞങ്ങളതിന് സോഡിയാക് എന്നാണ് പറയുന്നത്. ആ ഡെങ്കി ബോട്ടിൻ്റെ അകത്ത് നമ്മൾ കയറ് കെട്ടിയിട്ട് 25 ഫീറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 25 ഫീറ്റ് റോപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയ ആങ്കർ കെട്ടിയിട്ട് നമ്മൾ ടോ ചെയ്യാം. അപ്പോൾ എവിടെയെങ്കിലും സ്ട്രക്ക് ആകുകയാണെങ്കിൽ അവിടെ ഒരു ഡൈവ് ചെയ്യുക, അതല്ലെങ്കിൽ അത് എടുത്തു മാറ്റാം. അങ്ങനെ ഈ ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയ അങ്ങനെയും ചെയ്യാം. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത്. പിന്നെ വണ്ടിയുടെ കാര്യം പറഞ്ഞത്, വണ്ടി നേരെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ക്യാവിറ്റി മുകളിൽ എന്തായാലും വരും, ഒരു പോക്കറ്റ്, എയർ പോക്കറ്റ് വരും. ആ പോക്കറ്റ് എന്നും നിലനിൽക്കും, അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ മൊബൈലോ മറ്റോ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിങ് ചെയ്യും. ആൾക്കും വേണമെങ്കിൽ, ഞങ്ങൾ ഷിപ്പിൽ എത്രയോ ആളുകൾ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്യാവിറ്റിയിൽ, പിന്നെ എയർ പോക്കറ്റിൽ ജീവിച്ച ആൾ 3-4 ദിവസം ജീവിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നം വെച്ചാൽ ഓക്സിജൻ്റെ അഭാവമായിരിക്കും കാർബൺ ഡയോക്സൈഡായി മാറുന്ന ഒരു സംഭവമുണ്ട്. അത് എത്രമാത്രം ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു ക്യാവിറ്റി അതിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് ഫോൺ റിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പമാർഗം ഇതാണെന്നാണ് തോന്നുന്നത്. ഇനി അവിടെ നേവൽ ഓഫീസർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇതിന്റെ ഈ ലോറി ഉടമ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് വളരെ യുക്തിസഹമാണെന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ചോദിച്ചത് 40 ടൺ ഭാരമുള്ള ലോഡുമായിട്ടാണ് ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉണ്ടായിരുന്നത്. അങ്ങനെ അതായത് 400-ലധികം തടിക്കഷ്ണങ്ങളുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ഒലിച്ചിറങ്ങി പുഴയിലേക്ക് വീണ്ടിരുന്നുവെങ്കിൽ ഈ തടിക്കഷ്ണങ്ങളെക്കുറിച്ചോ ഈ ലോറിയുടെ ഭാരം അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടോ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു സൂചന, അതായത് 400 തടിക്കഷ്ണങ്ങൾ, 40 ടൺ ഭാരമുള്ള 400 തടിക്കഷ്ണങ്ങൾ, ഈ തടിക്കഷ്ണങ്ങൾ ഒഴുകി പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പോ അറ്റമോ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ലേ? അപ്പോൾ അയാൾ ഉറപ്പിച്ചു പറയുന്നത് ഇതെവിടെയും ഒഴുകിപ്പോയിട്ടില്ല, ഇത് മണ്ണിനടിയിൽ കിടക്കുകയാണ്, റോഡിനോട് ചേർന്ന് കരഭാഗത്തെന്നാണ്. ഇത് ലോജിക്കലായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. കാരണം ആദ്യം വന്ന് വീഴുന്നോട് കൂടിയിട്ട് അതിൻ്റെ പിന്നിൽ വരുന്ന ശക്തമായ മണ്ണ് അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾക്കുള്ളത്, ഇത്രയും മരക്കഷ്ണങ്ങൾ ഇതിനകത്തുള്ളത് അതിൻ്റെ ബോയൻസി കൂടുകയാണ് ചെയ്യുന്നത് മരം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ചെറുതായിട്ടൊരു ന്യൂട്രൽ ബോയൻസി ആയിട്ട് ഇത് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് മണ്ണില്ലെങ്കിൽ. ആദ്യം പറഞ്ഞതിൽ മണ്ണുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവണം. മണ്ണ് അതിൻ്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ സ്ട്രക്കായി നിൽക്കണം. പാറകളും വീണിട്ടുണ്ടല്ലോ, അപ്പോൾ വെയിറ്റ് കൂടി അതിനെ ഹോൾഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഇത് അവിടെ നിൽക്കില്ല. മരം ഉള്ളത് കൊണ്ട് കുറച്ച് മണ്ണാണെങ്കിലും അതിനെ തട്ടിമാറ്റി മെല്ലെ ഇളകി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പം അതെന്തായാലും അവിടെ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു സർവേ നടത്തണം ഡൈവിങ് ചെയ്തിട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്.